വെള്ളാർമല വില്ലേജ് ഓഫീസറെ ആക്രമിച്ചെന്ന പരാതിയിൽ യൂത്ത് ലീഗ് നേതാവ് ഉൾപ്പെടെ 6 പേർ കീഴടങ്ങി. പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. ചൂരൽമലയിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് കേസെടുത്തത്. വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ ചേരുന്നു. ആഷിഖ്, എപ്പോഴാണ് ഇവർ കീഴടങ്ങിയത്? ലക്ഷ്മി, അല്പസമയം മുമ്പാണ് 6 പേരും കീഴടങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്ന പോലെ ശക്തമായ മഴയിൽ നിരവധി തൊഴിലാളികളൊക്കെ കുടുങ്ങിയ സമയത്താണ് ജനങ്ങളടക്കം വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കുകയും അവർക്ക് ദിവസവേതനം അടക്കം ആവശ്യപ്പെട്ട പ്രതിഷേധം ചൂരൽമല ബേലിപ്പാലത്തിന് സമീപത്തായി സംഘടിപ്പിച്ചത്. തുടർന്ന് അവിടേക്കെത്തി വില്ലേജ് ഓഫീസറെ കയ്യേറ്റം ചെയ്തെന്ന് ആരോപിച്ചാണ് ഈ 6 പേർ നിലവിൽ ഇപ്പോൾ കീഴടങ്ങിയിട്ടുള്ളത്. വില്ലേജ് ഓഫീസർ തന്നെയാണ് ഇത്തരത്തിൽ പരാതി നൽകിയത്. വില്ലേജ് ഓഫീസറും വാഹനത്തിലുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരുമാണ് പരാതി നൽകി. തങ്ങളെ കയ്യേറ്റം ചെയ്തു. അതിൽ 6 പേരുടെ പേര് സഹിതം തന്നെ അവർ പരാതി നൽകി. ഇതിൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെ വലിയ രീതിയിൽ പോലീസ് അന്വേഷിക്കുകയും ഈ വീട്ടിലടക്കം എത്തി വലിയ രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് ഇപ്പോൾ അവർ അറിയിക്കുന്നത്. എന്തായാലും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അവരിപ്പോൾ നിലവിൽ പോയി കീഴടങ്ങിയിട്ടുള്ളത്. മേപ്പാടി പോലീസ് സ്റ്റേഷനിലുണ്ട് 6 പേരും. ഉച്ചയ്ക്ക് ശേഷം കൽപ്പറ്റ കോടതിയിൽ ഹാജരാക്കും. ഈ നേരത്തെ തന്നെ കൽപ്പറ്റ MLA ടി സിദ്ദീഖ് അടക്കം ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസാണെന്നൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം CPM നേതാക്കളടക്കം ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ദുരന്തബാധിതർക്കെതിരെ കേസെടുത്തുന്ന ഒരു ആരോപണം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. നേരത്തെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിയെ മർദ്ദിച്ച കേസിൽ CPM നേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ ദുരന്തബാധിതർ ചെറിയ പ്രതിഷേധം നടത്തിയ സമയത്ത് വില്ലേജ് ഓഫീസറെ മർദ്ദിച്ചു എന്ന് ആരോപിച്ച് തങ്ങൾക്കെതിരെ കേസെടുക്കുകയും അതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു എന്നാണ് അവരിപ്പോൾ ആരോപിക്കുന്നത്. മറ്റൊരു കാര്യം ഇവർ ഉന്നയിക്കുന്നത് ദുരന്തബാധിതരെ മനഃപൂർവ്വം ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ജാമ്യമില്ലാ വകുപ്പ് തന്നെ ചുമത്തിയെന്നൊരു വലിയൊരു ആരോപണം ഇപ്പോൾ UDF നേതാക്കളടക്കം ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ തന്നെ വലിയൊരു പ്രതിഷേധം വിഷയത്തിൽ ഉയർന്നു വന്നതാണ്. എന്തായാലും 6 പേർ നിലവിൽ കീഴടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. അവർ നേരെ റിമാൻഡിൽ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അതൊരു വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ ആഷിഖ് റഹ്മാനാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.